ഹലോ, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അത് പറയാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം നമ്മളിപ്പം വന്നിരിക്കുന്നത് പാരീസിലാണ്. പാരീസിലെ റൂമും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ സെപ്പറേറ്റ് റൂംസ് ആണ്. കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് റൂം നമ്മൾ എടുക്കണം. അപ്പം മോനും കിച്ചു ഒരു റൂമിലും അന്നൂസ് ഞങ്ങളോടാണ്. അത് ഇതുപോലെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളും ഉള്ള ഒരു റൂമാണ് നമ്മളിവിടെയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങി. ട്രാവലിംഗ് ഒരു 8:30 ആകുമ്പോഴത്തേനും ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് തോമസ് കുക്കിൻ്റെ ടീംസിൻ്റെ കൂടാണ്. അപ്പം ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടാണ് നമ്മുടെ യാത്ര. ബസ്സും കാര്യങ്ങളും എല്ലാം അവരുടെ തന്നെയാണ്. അപ്പം നമ്മുടെ പാരീസിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നിങ്ങളും കാണുക. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് നമ്മൾ ദാണ്ടി ഈ ഒരു ഫ്രാങ്കൻ്റെ പെർഫ്യൂം ഫാക്ടറിയുടെ അവിടെ ആയിട്ട് എത്തി. ഇതൊരു മ്യൂസിയമാണ്. അപ്പം ഈ കാണുന്നതെല്ലാം പെർഫ്യൂംസ് ആണ്. ഇത് തുടങ്ങിയത് 83-ലാണ് ഫ്രാങ്കൻ്റെ മ്യൂസിയം ആദ്യമായിട്ട് പാരീസിൽ സ്റ്റാർട്ടായത്. പിന്നെ അത് 2015 രണ്ടാമത് ഓബ്ര ഗാർഡനിൽ അവർ സ്ഥാപിച്ചു. ഇവിടെ ആൾക്കാർക്ക് കാണാനും എടുക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു അനുവാദം ഇവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫാക്ടറിയാണ് ഇത്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഇതേ പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പെർഫ്യൂംസ് ഒക്കെ സ്മെല്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അവർ തരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ കാണിക്കുന്ന ഒരു അവ്യൂ ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു സ്ക്രീനിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ ബോട്ടിൽസിലെല്ലാം പെർഫ്യൂംസ് ആണ്. പലതരത്തിലുള്ള പെർഫ്യൂംസും കാര്യങ്ങളുമാണ്. അത് നമ്മുടെ കയ്യിലും മുഖത്തും ഒക്കെ പുരട്ടാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ബോട്ടിലുള്ള പെർഫ്യൂംസ് ആണ്. കണ്ട ഈ കാണുന്നതെല്ലാം പെർഫ്യൂംസ് ആണ്. സോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. സോപ്പും ഒക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം നമുക്ക് മേടിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളിപ്പോൾ കാണുന്നതാണ് വാൻറ്റം.
പ്ലേസ് വാൻഡം എന്നത് പാരീസിലെ ഒന്നാം അറോഡിസ്മെന്റ് ചരിത്രപരവും ആഡംബരപൂർണമായ ഒരു ചതുരമാണ്. ഉയർന്ന നിലവാരമുള്ള ആഭരണശാലകള്, നിയോ ക്ലാസിക്കൽ വാസ്തുവിദ്യ, സെൻട്രൽ വെൻഡോം കോളം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലം. ലൂയിസ് 14 കമ്മീഷൻ ചെയ്ത ഇത് ജൂൾസ് ഹാർഡുയിൻ മാൾസാൾട്ട് രൂപകൽപ്പന ചെയ്തതാണ്. ഇപ്പോൾ ആണെങ്കിൽ ആഡംബരപരമായ ബ്രാൻഡുകളുടെയും റിറ്റ്സ് പാരീസ് ഹോട്ടലുകളുടെയും കേന്ദ്രമായിട്ട് ഈ ഒരു പ്ലേസ് മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പം വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് അവിടെ നമുക്ക് കുറച്ചു നേരം അവര് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ചു നേരം സമയം കിട്ടിയായിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇപ്പൊ വന്നിരിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഡേല കോൺകോർഡ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പബ്ലിക് സ്ക്വയർ ഉള്ള ഒരു പ്ലേസ് ആണ് പാരീസില്. പിന്നെ അത് കൂടാതെ 2 ലാർജ് ഫൗണ്ടേഷൻസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് അധികം നേരം ഒന്ന് നിൽക്കാൻ അവിടെ ടൈം തരത്തില്ല. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. കാരണം യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പോയിന്റ്സ് കാണുമ്പോൾ അവർ നിർത്തി നമുക്ക് ഫോട്ടോസിനുള്ള ഒരു ടൈം തരുന്നതാണ്. അല്ലാതെ നമ്മളുടെ ലിസ്റ്റിൽ ഉള്ള ഒരു സ്ഥലങ്ങളൊന്നുമല്ല. അപ്പം ഈ യാത്ര ചെയ്യുന്ന വഴിക്ക് ഇങ്ങനത്തെ പോയിന്റുകളിലൊക്കെ അവർക്ക് ഫോട്ടോസിന് വേണ്ടി അവർ കുറച്ചു നേരം ടൈം തരും. അപ്പം നല്ല വെയിലും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ടും സാധിച്ചില്ല. പിന്നെ വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വന്നു. ഇത് കണ്ടാൽ നമ്മൾ ഈ ഒരു ഇന്ത്യ ഗേറ്റിന്റെ ഒരു സാദൃശ്യമില്ലേ? ഫസ്റ്റ് നമുക്ക് നോക്കി അങ്ങനെയാണ് തോന്നുന്നത്. ഇത് ആർക്ക് ഡി ട്രയോംഫ് എന്ന് പറയുന്ന പാരീസിലെ ഒരു പ്ലേസ് ആണ്. ഇതാണെങ്കിൽ ഒരു പ്രശസ്തമായ ഒരു സ്മാരകമാണ്. അവിടെ ഇങ്ങനെ പേരുകളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്, ഈ സോൾജിയേഴ്സിന്റെ ഒക്കെ മരിച്ചുപോയവരുടെയും ഒക്കെ. അതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് വന്നു. കുറച്ചു നേരം നമ്മൾ ഇവിടെയും സ്പെൻഡ് ചെയ്തു. ഇവിടെയും കുറച്ചു നേരം ഫോട്ടോസ് ഒക്കെ നമ്മളെടുത്തു. ഇങ്ങനെ ഒരു ഗ്രീനറി ഏരിയ കണ്ടപ്പോൾ അവർ ഫോട്ടോസിനായിട്ട് നമുക്ക് കുറച്ചു നേരം അവിടെയും കുറച്ചു നേരം ടൈം തന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഭോജ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് അവർ ഫുഡ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് റൈസ്, ദാല്, പിന്നെ പൂരി, ചിക്കന് അങ്ങനെയൊക്കെയുള്ള ഒരു ഐറ്റംസ് ഒക്കെയാണ്. അപ്പം ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ മെയിൻ പോയിന്റ്, അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെയിൻ പോയിന്റിലെത്തി. ദ പാലസ് ഓഫ് വെർസെല്ലയാണ്. അപ്പം നേരെ നമ്മൾ ഇനിയും അകത്ത് കയറി അതിൻ്റെ വ്യൂസ് ഒക്കെ കാണണം. ഇതിപ്പോൾ പുറത്തെ വ്യൂ ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ അവരാണെങ്കിൽ ഒരു ഇയർഫോണും കാര്യങ്ങളും ഒക്കെ തരും. കാരണം അവർ പറയുന്ന അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്ക് കേൾക്കുവാനായിട്ടാണ്. അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. കാരണം അത്രമാത്രം പബ്ലിക് ആയതുകൊണ്ട് നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല അവർ ഗൈഡ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെവിയിൽ വെക്കാനും ഒക്കെ ആയിട്ട് അവർ തരും. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ അകത്തോട്ട് അവർ കയറ്റുന്നത്. അപ്പോൾ അകത്തെ വ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഈ കൊട്ടാരത്തിനെ കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി ഞാൻ തരാം. നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1623 ലൂയിസ് 13 രാജാവായി നിർമ്മിച്ച ഈ ചെറിയ വേട്ടയാടൽ ലോഡ്ജായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് വെച്ച് 1682 ഫ്രഞ്ച് കോടതിയിലേക്ക് മാറിയ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലൂയിസ് 14 കീഴിൽ ഈ ഒരു വലിയ കൊട്ടാരം രൂപാന്തരപ്പെട്ടു. പിന്നെ 1789 ഫ്രഞ്ച് വിപ്ലവം വരെ ഒരു രാജകുടുംബം പാരീസിലേക്ക് മടങ്ങി പോകുന്നത് വരെ ഈ കൊട്ടാരം ഫ്രഞ്ച് രാജാക്കന്മാരുടെയും പ്രധാന വസതിയായും പിന്നെ സർക്കാരിന്റെ കേന്ദ്രമായും പ്രവർത്തിച്ചു വന്നു. ഇപ്പൊ ഇതൊരു മ്യൂസിയമായിട്ട് ആൾക്കാർക്ക് കാണാനും എടുക്കാനായിട്ട് ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ നല്ല വാസ്തുവിദ്യകളും പൂന്തോട്ടങ്ങളും ഒക്കെ നല്ല രസമാണ് ഇവിടെ കാണാൻ.
ഇപ്പൊ സമയം ഈവനിങ് ഒരു 5 o'clock ആയി. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയാൻ സെന്നീസ് റിവർ എന്ന് പറയുന്ന ഒരു റിവറിലാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഒരു 727 കിലോമീറ്ററോളം നീളമുള്ള ഒരു റിവറാണ്. നമ്മുടെ നോർത്തേൺ ഫ്രാൻസിലെ ഏറ്റവും വലിയൊരു റിവറാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രൂസ് മാർഗത്തിൽ പോയാൽ ഈ ഇവിടുത്തെ എല്ലാം ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഫ്രാൻസിലെ മുഴുവനും ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഐഫിൾ ടവർ, പിന്നെ നോട്രെ ഡാം, അങ്ങനെ ഉള്ള ലാൻഡ്മാർക്കുകളുടെ കാഴ്ചകളിലൊക്കെ നമുക്ക് ഈ റിവർ ക്രൂസ് വഴി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പം ഐഫിൾ ടവർ ആണെങ്കിൽ നമുക്ക് ദൂരത്തു നിന്ന് കാണുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഭംഗി നമുക്ക് ദൂരത്തു നിന്നും അടുത്ത് വന്ന് നമുക്കെല്ലാം കാണാനായിട്ട് ഈ റിവർ മാർഗത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ബോട്ടുകളാണ് ഈ പോകുന്നത്, ക്രൂസുകളാണ്, പല ഷിപ്പുകളുണ്ട്. അങ്ങനത്തെ നല്ല രസമുണ്ട്. ഈ ഒരു ഭംഗി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്രാൻസിന്റെ മുഴുവനായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് ഈ ഒരു ക്രൂസ് മാർഗത്തിൽ നമുക്ക് സാധിക്കാം. ആദ്യം തന്നെ പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് ദൂരത്ത് നിന്നും അടുത്ത് വന്നും നമുക്ക് ഈ ഐഫിൾ ടവറിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നു. അടുത്ത് വന്ന് നമ്മൾ അതിൻ്റെ നേരെയാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു ഐഫിൾ ടവറിന്റെ ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകും. അപ്പം ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ഓൾ, ബൈ, സീ യു.